Hey guys, so we are going for ദൃശ്യം 3. ഇന്നാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. 8:30 ഷോ. അതിന് മുമ്പ് അവിടെ എത്തണം അല്ലേ? യെസ്, അത് നല്ല റിവ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കും ഷോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ നമ്മൾ ഇന്ന് ഫിലിമിന് വന്നിരിക്കുന്നത് CNCയിലാണ്. ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു തിയേറ്റർ ആണ് കേട്ടോ. അത് എന്താണെന്ന് അറിയില്ല. പാലക്കാടുള്ളവരാണെങ്കിൽ നിങ്ങളും ഏതൊക്കെ തിയേറ്റർ ആണ് ചൂസ് ചെയ്യാമെന്ന് പറയണേ. കാരണം ഈ ഒരു തിയേറ്റർ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ പോകാനാണ് ഇഷ്ടം. ഇവിടെ ഫിലിം അവര് ബുക്ക് മൈ ഷോയിൽ പബ്ലിഷ് ചെയ്യുന്നവരെ ഞാൻ കാത്തിരിക്കും കേട്ടോ. കാരണം എനിക്ക് ഇവിടെ പോകാനാണ് കംഫർട്ടബിൾ. കുറച്ചും കൂടെ വൃത്തിയും കാര്യങ്ങളും എല്ലാം ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബുക്ക് മൈ ഷോയിലാണ്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ടിക്കറ്റ് ഒക്കെ സ്കാൻ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നേരെ പോയത് പോപ്കോൺ വാങ്ങാനാണ് കേട്ടോ, ആസ് യൂഷ്വൽ. പിന്നെ ഈ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണണം. തിയേറ്ററിൽ വന്ന് കണ്ടില്ലെങ്കിൽ അത് ശരിക്കും നിങ്ങൾക്ക് മിസ്സാവും. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അതേപോലെ നമുക്ക് ഒരു മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് പോലും നമ്മുടെ തോട്ട് വേറെ ഒരു എക്സ്റ്റേണൽ കാര്യങ്ങളിലോട്ട്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലോട്ട് ഒന്നും പോകത്തില്ല. കാരണം നമ്മൾ ഫുള്ളി ത്രൂ ഔട്ട് ആ മൂവി കഴിയുന്ന വരെ അതിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. അത്രയും അടിപൊളിയാണ്. നമ്മൾ ടിക്കറ്റിന് ക്യാഷ് മുടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 100% അല്ലെങ്കിൽ 200% വെർത്ത് ആണെന്ന് ഞാൻ പറയാം. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഇനിയിപ്പോൾ സിംഗിൾ ആയിട്ട് പോകണം, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല ട്വിസ്റ്റ് ഒക്കെ ഉള്ള ഒരു അടിപൊളി മൂവി തന്നെയാന്ന് പറയാം. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങളും തിയേറ്റർ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാം.